സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ചൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. ജൂൺ 18 ശ്ലീഹാകാലം 3-ാം ഞായർ. ലൂക്കായുടെ സുവിശേഷം 10-ാധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രമേയത്തിൻ്റെ മർമ്മം ഇതാണ്: നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ, മരണത്തിനപ്പുറത്തേക്കുള്ള ജീവൻ, നിത്യരക്ഷ, സ്വർഗം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഇത് സ്വന്തമാക്കാൻ എന്ത് ചെയ്യണം? അത് വിശദീകരിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു പോകുന്ന കഥയിലെ 33-ാമത്തെ വചനം നമ്മൾ മനസ്സിൽ കുറിച്ചിടണം. അതായത്, സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ്, അതായത് കരുണ തോന്നി, ദയ തോന്നി. ഇതാണ് സമറിയാക്കാരനെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന അവൻ്റെ മാനസിക ഭാവം. എന്നിട്ടോ അവസാനം കഥ തീരുമ്പോഴത്തേക്ക് ഈശോ ചോദിക്കുമ്പോൾ നിയമജ്ഞൻ പറയുന്ന ഒരു ഉത്തരമുണ്ട്. ആരാണ് നല്ല അയൽക്കാരൻ? അവനോട് കരുണ കാണിച്ചവൻ. 33-ാമത്തെ വചനത്തിൽ മനസ്സലിഞ്ഞ് ആണ് സമറിയാക്കാരൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യരക്ഷയിലേക്കുള്ള വഴിയെ നടക്കുന്നവൻ, കരുണ കാണിച്ചവൻ. ഇതാണ് ഈശോ പറയുന്ന കഥയുടെയും ഈ മൊത്തം ചോദ്യോത്തര സംഭവത്തിൻ്റെയും മർമ്മമായിട്ട് നിൽക്കുന്നത്. നിത്യരക്ഷ, നിത്യജീവൻ, സ്വർഗം ലഭിക്കണോ? എന്തു ചെയ്യണം? കരുണ കാണിക്കുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മർമ്മമായത് കരുണ എന്നുള്ളത്. ഇത് മുൻപന്തിയിലേക്ക്, അതിൻ്റെ പ്രധാന സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഫ്രാൻസിസ് പാപ്പ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം. ക്രിസ്തീയ മൂല്യങ്ങളിൽ 1-ാം സ്ഥാനത്തേക്ക് കരുണയെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. നസ്രായൻ്റെ കൂടെ എന്ന പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഈശോയുടെ ഉപമകൾക്ക് 2-ാം ഭാഗം പറയുന്ന ഒരു രീതി വികസിപ്പിച്ചായിരുന്നു. അന്ന് ഈ പറയുന്ന സമറിയാക്കാരൻ്റെ ഉപമയുടെ 2-ാം ഭാഗം ഞാൻ വികസിപ്പിച്ചു. അത് ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ ആനുകാലിക ജീവിതത്തിൽ സമറിയാക്കാരൻ്റെ കഥയുടെ മർമ്മമാണ്. ഒന്ന് കേൾക്കാം. 2-ാം ഭാഗം ഇങ്ങനെയാണ്: മരണാസന്നനായ മനുഷ്യനെ സത്രത്തിലേൽപ്പിച്ച് സമറിയാക്കാരൻ യാത്ര തുടർന്നു. വിശുദ്ധ നഗരത്തിൽ ജെറൂസലേമിലെത്തി. അവിടെ ആയിരുന്നപ്പോഴെല്ലാം അവൻ്റെ ഉള്ളിൽ നിറയെ മുറിവേറ്റ മനുഷ്യനായിരുന്നു. ഹൃദയത്തിൽ അവൻ്റെ മുറിവുകളായിരുന്നു. മനസ്സിൽ അവനെക്കുറിച്ചുള്ള ആകുലതയായിരുന്നു. സത്രക്കാരന് കൊടുത്ത വാക്ക് ഇടയ്ക്കിടെ ഓർമ്മയിൽ എപ്പോഴും പൊങ്ങി വന്നു: കൂടുതലായി എന്തെങ്കിലും ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അയാൾ തിരിച്ചു വന്നു. വാക്കുപാലിക്കാനുള്ള താല്പര്യവുമായി സത്രത്തിലേക്ക് കയറി. സത്രക്കാരൻ ആദ്യ നോട്ടത്തിൽ തന്നെ വന്നയാളെ തിരിച്ചറിഞ്ഞു. നല്ലവനായ സമറിയാക്കാരൻ. അയാൾ കൈമാറിയ വാർത്ത പക്ഷേ സമറിയാക്കാരനെ അമ്പരപ്പിച്ചു. മുറിവേറ്റവൻ സ്ഥലം വിട്ടിരിക്കുന്നു. ഒരുവിധം എഴുന്നേൽക്കാമെന്നായപ്പോൾ അയാൾ സ്വന്തം നഗരത്തിലേക്ക് തിരിക്കാൻ തിരക്കിട്ടു. സത്രക്കാരൻ വിലക്കി. എന്നിട്ടും അയാൾ പോയി. പോകാൻ നേരത്ത് അയാൾ സത്രക്കാരനെ വിളിച്ച് ഒരു കത്ത് ഭദ്രമായി ഏൽപ്പിച്ചു. കൂടെ ഒരപേക്ഷയും: ഇത് സൂക്ഷിച്ചു വെക്കണം. എന്നെ രക്ഷിച്ച സമറിയാക്കാരനുള്ളതാ. അയാൾ തിരിച്ചു വരും. അപ്പോൾ ഓർത്ത് ഈ കത്ത് കൊടുക്കണം. സമറിയാക്കാരൻ കിട്ടിയ ഉടനെ കത്ത് പൊട്ടിച്ചു. ആകാംക്ഷയോടെ കത്ത് തുറന്നു. നിറയെ നന്ദി പ്രകടനങ്ങൾ. മരണത്തിൽ നിന്നും രക്ഷിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്നതിനുള്ള നന്ദി ആണ്. അവസാനം ഒരപേക്ഷയും: സ്നേഹിത, നീ എനിക്കൊരു സുഹൃതം കൂടി ചെയ്യണം. തിരികെ വരുമ്പോൾ എൻ്റെ ഭവനം സന്ദർശിക്കാൻ കനിവുണ്ടാകണം. എൻ്റെ മനസ്സിലെ വലിയൊരാഗ്രഹമാണ്, സാധിച്ചു തരണം. എന്നിട്ട് അടിയിൽ വിലാസവും കൊടുത്തിട്ടുണ്ടായിരുന്നു. വിലാസം കണ്ടപ്പോൾ സമറിയാക്കാരന് ആശ്ചര്യമായി. ജെറീക്കോയിലാണ് വീട്. സമറിയയിലേക്കുള്ള വഴിക്ക് കയറിക്കളയാമെന്ന് തന്നെ അയാൾ വെച്ചു. പട്ടണത്തിലെത്തി തെരുവും വീട് നമ്പരും പറഞ്ഞ് അന്വേഷിച്ചു. ആദ്യത്തെ ആൾ തന്നെ സമറിയാക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി. അത്ഭുതമേ! ജെറീക്കോ നഗരാധിപതിയുടെ കൊട്ടാരം. മുറിവേറ്റവൻ ജെറീക്കോ നഗരത്തിൻ്റെ ശ്രേഷ്ഠനായിരുന്നു. സമറിയാക്കാരൻ വന്നിരിക്കുന്നെന്ന് നഗരാധിപതി അറിഞ്ഞു. അയാൾ ഉത്തരവിട്ടു. സേവകരും പരിവാരവും നിരന്നു. ചുവന്ന പരവതാനി വിരിഞ്ഞു. നിരനിരയായ താലപ്പൊളികളുടെ പ്രകാശം പേറി. ചിതറി വീഴുന്ന ഭൂവിതളുകളുടെ സൗഹൃദം സ്വീകരിച്ച്, ചിന്നിച്ചിതറുന്ന പനിനീർത്തുള്ളികളുടെ സൗരഭ്യം ആസ്വദിച്ച് അയാൾ കൊട്ടാരത്തിലേക്ക് നടന്നു കയറി. അകത്തേക്ക് കയറുന്ന മാത്രയിൽ അയാൾ ഒന്ന് തരിച്ചു നിന്നു. ദാരുണമായൊരു കാഴ്ച അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഹൃദയം നീറി നൊന്തു. ഇളം തിണ്ണയിലെ കൽത്തൂണിൽ 2 മനുഷ്യർ.
ചങ്ങലകളാൽ ബന്ധിതരായവർ, അവരുടെ ശരീരം മുഴുവൻ ചമ്മട്ടി അടിപ്പാടുകൾ, മുറിവുകളിൽ നിന്നും വാർന്നിറങ്ങുന്ന രക്തച്ചാലുകൾ, പറന്നടുക്കുന്ന ഈച്ചക്കൂട്ടം. അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞ യാചനാഹൃദയമായിരുന്നു സമറിയാക്കാരനെ പിടിച്ചു കുലുക്കിയത്. ഒരുറ്റു കാരുണ്യത്തിനായിട്ടുള്ള അപേക്ഷ, ദയാവായ്പിനായുള്ള യാചന, അലിവിനായുള്ള അർത്ഥന. സമൃദ്ധമായ സദ്യയ്ക്ക് മുമ്പിലിരിക്കുമ്പോഴും സമറിയാക്കാരൻ്റെ മനസ്സിൽ നിറയെ ബന്ധനസ്ഥരുടെ മുറിപ്പാടുകളായിരുന്നു. കാരുണ്യം തേടിയുള്ള അവരുടെ നോട്ടമായിരുന്നു. അതിനാൽ തന്നെ അയാൾക്കൊന്നും കഴിക്കാനായില്ല. ആതിഥേയൻ കാരണമാരാഞ്ഞു. മൗനം മാത്രം മറുപടി. സദ്യയ്ക്ക് ശേഷം അയാൾ ദാസ്യഭാവത്തിൽ സമറിയാക്കാരൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരപേക്ഷയുണ്ട്, എളിയൊരാഗ്രഹം, അത് സാധിച്ചു തരണം. സമറിയാക്കാരൻ്റെ കണ്ണുകളിൽ എന്താണെന്ന ചോദ്യഭാവം. അയാൾ പറഞ്ഞു, എൻ്റെ ജീവനു തന്നെ ഞാനിന്ന് നിന്നോട് കടപ്പെട്ടാണിരിക്കുന്നത്. അതിനാൽ ഒരു ചെറിയ പ്രത്യുപകാരമെങ്കിലും നിനക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ അതിനാൽ എന്തെങ്കിലും എന്നിൽ നിന്ന് ആവശ്യപ്പെടണം. എൻ്റെ ഒരു സന്തോഷത്തിനാണ്. എന്താണെങ്കിലും ചോദിച്ചോ, ചെയ്തു തരാം. അയാൾ പറഞ്ഞു നിർത്തി. അപ്പോഴും മൗനമായിരുന്നു പ്രതികരണം. അയാൾ വീണ്ടും ഇംഗിതം ആവർത്തിച്ചു. ഒന്നും ആവശ്യമില്ലെന്നായി സമറിയാക്കാരൻ. നഗരാധിപതി അപേക്ഷ തുടർന്നു. നിർബന്ധം വളർന്നു. അവസാനം സമറിയാക്കാരൻ മനസ്സലിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിർബന്ധമാണെങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യുക. നഗരാധിപതി ശ്രദ്ധയോടെ കാതോർത്തു. കൂടെ അനുചരവൃന്ദവും. എനിക്ക് ഒരു കുപ്പി വീഞ്ഞു വേണം, കൂടെ ഒരു കുപ്പി എണ്ണയും. എന്തേ നീ ഇത്ര നിസ്സാരമായവ എന്നോട് ചോദിക്കുന്നു എന്ന ഭാവമായിരുന്നു അയാളുടെ പ്രതികരണത്തിൽ. ജിജ്ഞാസ അടുത്ത ചോദ്യമായി വളർന്നു. അല്ല, എന്തിനാ ഇപ്പോൾ എണ്ണയും വീഞ്ഞും? നീ ഇപ്പോൾ വീട്ടിലേക്കുള്ള മടക്കയാത്രയിലല്ലേ? പിന്നെന്തിനാണ് എണ്ണയും വീഞ്ഞും? സമറിയാക്കാരൻ്റെ വിശദീകരണം കേട്ട കൊട്ടാരവാസികൾ മുഴുവൻ അമ്പരന്നു. ജെറൂസലം യാത്രയിലാണ് വഴിയിൽ വെച്ച് മുറിവേറ്റ് അർത്ഥപ്രാണനായവനെ കണ്ടത്. കൈവശമുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും അവൻ്റെ മുറിവുകളിലേക്ക് പകർന്നു. മുഴുവൻ തീർന്നപ്പോഴാണ് മുറിവുകൾ കൂടാൻ തുടങ്ങിയത്. മൃതപ്രായനായവനിൽ ജീവൻ വളരാൻ തുടങ്ങിയത്. എണ്ണയുടെയും വീഞ്ഞിൻ്റെയും കുപ്പികൾ ശൂന്യമായെങ്കിലും മുറിവേറ്റവനിൽ ജീവനും തേജസ്സും നിറയുന്നത് കണ്ട് അയാൾ ആനന്ദിച്ചു. എന്നാൽ നഗരാധിപതിയുടെ വീട്ടിൽ ഇളം തിണ്ണയിൽ മുറിവേറ്റ ബന്ധിതരെ കണ്ടപ്പോഴാണ് എണ്ണ തീർന്നതിൽ അയാൾ ആദ്യമായി സങ്കടപ്പെട്ടത്, വീഞ്ഞില്ലാത്തതിൽ വേദനിച്ചത്. ആ മനോവിഷമമാണ് വരദാനത്തിനുള്ള അപേക്ഷയായി ഇത്തവണ അവതരിച്ചത്. അവൻ നഗരാധിപൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് പഴയ രക്തക്കറയും ശരീരത്തിൽ മുറിപ്പാടുകളും ദർശിച്ചാൽ എന്ന പോലെ അവൻ്റെ കണ്ണുകൾ ആർദ്രമായി, വാക്കുകളിൽ കനിവായി. അവൻ പറഞ്ഞു, പുറത്തു കിടക്കുന്ന ബന്ധനസ്ഥരുടെ മുറിവുകൾ കണ്ടതേ എൻ്റെ ഹൃദയത്തിൽ നൊമ്പരമായി. അവരുടെ ചോരപ്പാടുകൾ കണ്ടതേ എൻ്റെ മനസ്സിൽ യാതനയായി. എത്രയും വേഗം എങ്ങനെയാണ് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവരുടെ മുറിവുകൾ വച്ചുകെട്ടുന്നത് എന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ നിറയെ. അതിനാലാണ് സദ്യയുടെ മുമ്പിലിരുന്നപ്പോഴും എനിക്ക് ഒന്നും കഴിക്കാൻ രുചി തോന്നാഞ്ഞത്. അവൻ പറഞ്ഞു നിർത്തിയതേ. നഗരാധിപതി ചാടി എഴുന്നേറ്റു. അവൻ്റെ കണ്ണിൽ പകയും മുഖത്ത് രോക്ഷവും നിറഞ്ഞു നിന്നു. അയാൾ പറഞ്ഞു, സാധ്യമല്ല, അതുമാത്രം നടക്കില്ല. നിനക്കറിയോ, ഞങ്ങളുടെ ന്യായക്കോടതി വിചാരണ ചെയ്ത് കുറ്റക്കാരെന്ന് തെളിഞ്ഞവരാണവർ. മോശയുടെ നിയമപ്രകാരം പാപികൾ കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ ശിക്ഷയെ വിധിച്ചു നടപ്പാക്കിയിട്ടുള്ളൂ. സമറിയാക്കാരൻ അക്ഷോഭ്യനായിരുന്നു. തന്ന വാക്ക് പാലിക്കപ്പെടണമെന്ന നിർബന്ധം അയാളുടെ കണ്ണുകളിൽ നിഴലിച്ചു. അപ്പോൾ നഗരാധിപതി തുടർന്നു, അല്ല, നിനക്കറിയോ അവരാരാണെന്ന്? ഞാൻ വഴിയിൽ കിടന്നില്ലേ? നീ വരുന്നതുവരെ മൃതപ്രായനായി. എൻ്റെ പ്രതീക്ഷ മുഴുവൻ അടുത്തു വരുന്ന കാൽപ്പെരുമാറ്റങ്ങളിലായിരുന്നു. ആരെങ്കിലും അലിവ് തോന്നി രക്ഷിക്കണേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അബോധാവസ്ഥയിൽ പോലും ഞാൻ അറിഞ്ഞു രണ്ടുപേർ അടുത്തു വന്നിട്ട് കടന്നു പോകുന്നത്, പുരോഹിതനും ലേവായനും. അവരുടെ രൂപം പുക പോലെ അവ്യക്തമായി എൻ്റെ കണ്ണുകളിൽ പതിഞ്ഞു. വികാരത്തിൻ്റെ തീവ്രത അവൻ്റെ വാക്കുകളെ തടഞ്ഞു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൻ തുടർന്നു, അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിരുന്നു, തമ്പുരാൻ സഹായിച്ചാൽ, എനിക്ക് ഉയിര് കിട്ടിയാൽ ഞാൻ ഇവരെ ഒരു പാഠം പഠിപ്പിക്കും. തിരിച്ചെത്തിയ ഉടനെ ഞാൻ സൈനികരെ അയച്ചു, രണ്ടുപേരെയും തിരഞ്ഞുപിടിക്കാൻ. ഓർമ്മയിൽ വച്ചിരുന്ന ചെറിയ ലക്ഷണങ്ങൾ സഹായമായി 3 ദിവസം കൊണ്ട് എൻ്റെ സൈനികർ അവരെ എൻ്റെ മുമ്പിൽ ഹാജരാക്കി. പിന്നീടായിരുന്നു ന്യായക്കോടതിയുടെ വിചാരണയും വിധിയും. നഗരാധിപതിയുടെ ഉള്ളറിഞ്ഞ സമറിയാക്കാരൻ ഞടുങ്ങി. കാരുണ്യത്തിൻ്റെ എണ്ണ ലോഭമില്ലാതെ സ്വീകരിച്ചവനിൽ അത് ഉറവ പറ്റിയിരിക്കുന്നു. അനുകമ്പയുടെ വീഞ്ഞ് അളവില്ലാതെ അനുഭവിച്ചവനിൽ കുടിപ്പകയുടെ ദ്രാക്ഷാരസം സ്രവിക്കുന്നു.
നടുക്കത്തിൽ നിന്നുണർന്ന സമറിയാക്കാരൻ ആവശ്യം വീണ്ടും ആവർത്തിച്ചു. വീഞ്ഞും എണ്ണയും തന്ന വാക്ക് പാലിക്കണമെന്ന് ശഠിച്ചു. മനസ്സില്ലാ മനസ്സോടെ നഗരാധിപതി കാവൽക്കാരൻ ആളയച്ചു. കാവൽക്കാരൻ മുഖം കാണിച്ചു. ഏറ്റവും മുന്തിയ വീഞ്ഞും എണ്ണയും കൊണ്ടുവാ, ഓരോ കുപ്പി. കേട്ടപടി കലവറക്കാരൻ ഓടി. അതേ വേഗത്തിൽ തിരിച്ചു വന്നു, വെറും കൈയോടെ. യജമാനെ ക്ഷമിക്കണം, കലവറയിൽ എണ്ണയും വീഞ്ഞും തീർന്നിരിക്കുന്നു. വിസ്മയം പുറത്തു കാട്ടാതെ, മനസാന്നിധ്യം കൈവിടാതെ അയാൾ വീണ്ടും ഉത്തരവിട്ടു. നമ്മുടെ പത്തായം തുറക്ക്, കരുതൽ ശേഖരത്തിൽ നിന്ന് കൊണ്ടുവാ എണ്ണയും വീഞ്ഞും. ഇത്തവണയും അയാൾ വെറും കൈയോടെ തിരിച്ചെത്തി. യജമാനനെ, പത്തായവും കാലി, എല്ലാ ഭരണിയും പറ്റിയിരിക്കുന്നു. ഭയം മൂലം അയാളുടെ ശബ്ദം വിറപൂണ്ടിരുന്നു. ഉടനെ വീണ്ടും അയാൾ കൽപ്പിച്ചു, വിശിഷ്ടാതിഥികൾക്കുള്ള വിശിഷ്ട ശേഖരമില്ലേ, അതിൽ നിന്നാകട്ടെ. കലവറക്കാരൻ 3-ാം പ്രാവശ്യവും വെറും കൈയോടെ പ്രത്യക്ഷപ്പെട്ടു. പ്രഭു, അടിയനോട് മാപ്പാകണം, സൂക്ഷിച്ചവയെല്ലാം വറ്റിത്തീർന്നിരിക്കുന്നു. വിശ്വസിക്കാനാവാതെ വീണ്ടും വീണ്ടും ഞാൻ നോക്കി, ഒരൊറ്റ വീഞ്ഞില്ല, അല്പം പോലും എണ്ണയുമില്ല. അതോടെ നഗര ശ്രേഷ്ഠനിൽ അപമാനം ഉറവ പൊട്ടി. നിരാശ നിറഞ്ഞു വന്നു. ക്ഷോഭം വളർന്നു നിന്നു. ഹൃദയം തകർന്നു. അയാൾ അകത്തളത്തിൽ തളർന്നു വീണു. കൊട്ടാര സമൃദ്ധിയുടെ ദാരിദ്ര്യം അയാളെ ഭീതിയിലാഴ്ത്തി. വാക്കു പാലിക്കാത്തതിൻ്റെ അപമാനം അയാളെ മുറിപ്പെടുത്തി. എതിരാളികളോടുള്ള പക അയാളിലെ ജീവനെ ശ്വാസം മുട്ടിച്ചു. അങ്ങനെ ആത്മാവിൽ ഭയചകിതനായി. മുറിവുകളാൽ ആത്മധൈര്യം ചോർന്നുപോയി. അയാളിൽ ജീവൽ പ്രകാശം കെട്ടു. ബന്ധിതരുടെ മുറിവിലൊഴിക്കാനുള്ള എണ്ണയും വീഞ്ഞും വറ്റിയതിനാൽ സമറിയാക്കാരൻ്റെ നൊമ്പരം കൂടിക്കൂടി വന്നു. അയാളുടെ മുറിവുകൾ ആഴപ്പെട്ടു. മനസമാധാനം തകർന്നു. ഹൃദയഭാരത്തോടെ, ഇടറുന്ന പാദങ്ങളോടെ അയാൾ കൊട്ടാരത്തിന് പുറത്തു കടന്നു, സ്വന്തം ഗ്രാമത്തിലേക്ക് തിരികെ പോകാൻ. മുറ്റത്ത് കാലുകുത്തിയപ്പോൾ കാലിനൊരു കുളിർമ, നനവ്. നോക്കിയപ്പോൾ ഒഴുകി വരുന്ന ഉറവച്ചാൽ, എണ്ണയും വീഞ്ഞും കൂടിക്കലരുന്ന ധാരാപ്രവാഹം. മുമ്പോട്ട് നീങ്ങിയപ്പോൾ മനസ്സിലായി, ഉറവയുടെ സ്രോതസ് കഴുതപ്പുറത്തെ സഞ്ചി. അയാളുടെ കഴുതപ്പുറത്തെ സഞ്ചി. അകത്തെ കാലിക്കുപ്പികൾ രണ്ടും നിറഞ്ഞു കവിയുന്നു. സഞ്ചിയും ജീനിയും നനച്ച് ഒഴുകി വീഴുന്നു. ഉറവ കുപ്പികളുമായി സമറിയാക്കാരൻ ബന്ധിതരുടെ അടുത്തിരുന്നു. അവരുടെ മുറിവുകളിൽ ജീവൻ മുളച്ചു വന്നു. അവരുടെ പരിക്കുകളിൽ ആരോഗ്യം ശക്തിപ്പെട്ടു. അവരുടെ വിലങ്ങുകളിൽ സ്വാതന്ത്ര്യം പൊടിച്ചു. അവരുടെ ഹൃദയത്തിൽ കനിവ് നിറഞ്ഞു വന്നു. മരിച്ചു വീണ നഗരാധിപതിയെയും ചെന്ന് തൊട്ടുണർത്തുന്ന ജീവകാരുണ്യം. അപ്പോൾ നസ്രായൻ പറഞ്ഞു, ഹൃദയകാരുണ്യം വറ്റിയാൽ ജീവൻ മൃതിയുടെ പിടിയിലാകും. ദയാവായ്പ് സകലരിലേക്കും പരിധിയില്ലാതെ ചൊരിഞ്ഞാൽ മൃതിയുടെ നടുവിലും ജീവൻ മുളച്ചുവരും. അതാണ് നിത്യജീവൻ. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴിയാണ് ഈശോ ഇന്ന് നിയമജ്ഞനോട് പറയുന്നത് സമറിയാക്കാരൻ്റെ കഥയിലൂടെ. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? കരുണ കാണിക്കുക, മനസ്സലിയുക. നമ്മുടെ ജീവിതത്തിൻ്റെയും ഏത് പ്രവൃത്തിയുടെയും പിറകിൽ അതിനെ പ്രേരിപ്പിക്കുന്നത് കരുണയാകണം, ഹൃദയത്തിൻ്റെ അലിവാകണം. കാരണം അത്രമാത്രം കാരുണ്യം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. 6:36 വചനം മറക്കണ്ട. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണ ഉള്ളവരായിരിക്കുവിൻ. പിതാവിൽ നിന്ന്, തമ്പുരാനിൽ നിന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും സ്വീകരിക്കുന്ന കാരുണ്യം അനുഭവിക്കുക. അനുഭവിച്ചിട്ടോ കൊടുക്കുക മുമ്പിൽ വന്ന് നിൽക്കുന്നവർക്കൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ജീവനിലേക്കുള്ള വഴി പഠിപ്പിച്ചവനാ. ഞങ്ങളിലെ ജീവൻ കൂടുതൽ കൂടുതൽ വളർന്നു വരാനുള്ള മാർഗം കാണിച്ചു തന്നവന്. അതായിരുന്നു കാരുണ്യത്തിൻ്റെ മാർഗം, ഹൃദയാലിവിൻ്റെ മാർഗം, കുരിശോളം വളർന്ന നിൻ്റെ ഹൃദയാലിവിൻ്റെ മാർഗം. നാഥ, ഞങ്ങൾ ഓരോ ദിവസവും സ്വീകരിക്കുന്ന കൃപകളെ അനുഭവിക്കാൻ, മനസ്സിലാക്കാൻ, കാണാൻ, ആ തിരിച്ചറിവോടെ മറ്റുള്ള എല്ലാവരോടും കൂടുതൽ കനിവ് കാണിക്കാനുള്ള കൃപ, കൂടുതൽ അനുകമ്പയോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നീ തരണമേ. അങ്ങനെ ഞങ്ങളിലെ ജീവനെ നീ വളർത്തണമേ, നിത്യജീവനിലേക്ക്. ആമേൻ. ഞായറാഴ്ച പ്രസംഗങ്ങൾ സീറോ മലബാർ റീത്തിൻ്റെതും ലത്തീൻ റീത്തിൻ്റെതും ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക.
വാട്സപ്പ് നമ്പർ ഇതാണ് 9447741926. ഇമെയിൽ ID ഇതാണ് നാലുപറയിൽ NALUPARAYIL 2007@gmail.com. ഇതിലേതിലേക്കെങ്കിലും മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്നതാണ്.